നമസ്കാരം. മലയാളികളുടെ പ്രിയങ്കരിയാണ് ഭാവന. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്കാർക്ക് ഒരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെ താരം ഒരു റീ എൻട്രി നടത്തി. മോളിവുഡിൽ സജീവമാകാൻ ഒരുങ്ങുകയായിരുന്നു ഭാവന. ഇന്ത്യപ്പൂക്കൊക്കെ ഒരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ ഭാവനയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ടോവിനോ തോമസ് നായകനായി എത്തിയ നടികറായിരുന്നു ഭാവനയുടേതായി അവസാനം പുറത്തിറങ്ങിയ പുതിയ ചിത്രം. പിന്നീട് ഒന്നിനു പിറകെ ഒന്നായി ഭാവനയെ തേടി സിനിമകളെത്തി. ടോവിനോ തോമസ് നായകനായ സിനിമ സംവിധാനം ചെയ്തിരുന്നത് ജീൻ പോൾ ലാലായിരുന്നു. നമ്മൾ എന്ന കമൽ ചിത്രത്തിലൂടെയാണ് ഭാവന അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് മലയാളത്തിലെ മുൻനിര നായിക നടിയായി ഭാവന മാറി. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഭാവനയ്ക്ക് തിരക്കേറി. സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ തോന്നുന്ന ചില അഭിനേതാക്കൾ ഉണ്ടാവും. അതിലൊരാളാണ് ഭാവന. നമ്മൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ ഭാവന ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന അഭിനേത്രിയാണ്. അടുത്തിടെ മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്ന നടി ഇപ്പോൾ മോളിവുഡിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. ഈ അവസരത്തിൽ തന്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ഭാവന പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ഭാവനയുടെ ജീവിതം എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ തന്റെ അച്ഛനോടുള്ള സ്നേഹവും. തന്റെ അച്ഛൻ മരിച്ചിട്ട് 8 വർഷമാകാൻ പോകുന്നുവെന്നും ആ വേദന താൻ മരിക്കുന്നത് വരെ ഉള്ളിലുണ്ടാകുമെന്നും ഭാവന പറയുന്നു. അച്ഛൻ മരിച്ചിട്ട് 8 വർഷമാകുകയാണ്. എല്ലാവരും പറയും സമയം നമ്മളെ സുഖപ്പെടുത്തുമെന്ന്. അതൊക്കെ ഒരു മുറിവ് തന്നെയാണ്. ഉള്ളിൽ അങ്ങനെ തന്നെ അതുണ്ടാകും. ഞാൻ മരിക്കുന്നത് വരെയും അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ആ ഒരു വേദന ഉള്ളിലുണ്ടാകും. കുറെ കാലം കഴിയുമ്പോൾ ഓക്കെ ആവും എന്നല്ല, എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ അതിന്റെ തീവ്രത കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ. സന്തോഷമുണ്ടാകും, വിഷമമുണ്ടാകും. ഒരു കയറ്റം കയറിയാൽ ഒരു ഇറക്കമുണ്ടാകുമല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു മാനസികാവസ്ഥ. എല്ലാം ശരിയായി ഇനി എൻ്റെ ലൈഫ് ഫുൾ ഹാപ്പിനെസ് ആകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഭാവന പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി മലയാള സിനിമയിൽ നിന്നും മാത്രമാണ് താൻ മാറി നിന്നെന്നും ഭാവന പറയുന്നു. മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ്. കുറച്ചൊക്കെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നു. എല്ലാവരെയും പോലെ വിഷമങ്ങൾ തന്നെയും ബാധിക്കാറുണ്ടെന്നും ഭാവന കൂട്ടിച്ചേർത്തു. അതേസമയം നേരത്തെയും തന്റെ വിശേഷം പങ്കുവെച്ച് ഭാവന എത്തിയിരുന്നു. കൂടാതെ സിനിമാ രംഗത്ത് നിന്നുള്ള തന്റെ അനുഭവങ്ങൾ ഭാവന പങ്കുവച്ചിരുന്നു. തന്നെക്കുറിച്ച് വന്നതിൽ ഞെട്ടിച്ച ഗോസിപ്പുകളെ പറ്റി ഭാവന സംസാരിച്ചു. ഞാൻ മരിച്ചുപോയെന്ന് കേട്ടിട്ടുണ്ട്. പുറത്തു പറയാൻ പറ്റാത്ത പലതും കേട്ടിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയി അബോർഷൻ ചെയ്തു എന്നൊക്കെ വന്നു. കരിയർ തുടങ്ങി 1-2 വർഷത്തിനുള്ളിൽ കേൾക്കുമ്പോൾ എന്തായെന്ന് തോന്നും. ആലുവയിൽ അബോർഷൻ ചെയ്തു, കൊച്ചിയിൽ അബോർഷൻ ചെയ്തു, ചെന്നൈയിൽ അബോർഷൻ ചെയ്തു എന്നൊക്കെ. ഞാനെന്താ പൂച്ചയോ? ആരെങ്കിലും ചോദിച്ചാൽ ചെയ്തു എന്നങ്ങ് വിചാരിക്കുക. ഇനി അതേക്കുറിച്ച് ചോദിക്കരുതെന്ന് പറയും. ഒരു സമയത്ത് ഞാനും അനൂപേട്ടനും, അതായത് അനൂപ് മേനോനും കല്യാണം കഴിഞ്ഞത് വരെ വന്നു. കല്യാണം കഴിഞ്ഞു, മുടങ്ങി, ഡിവോഴ്സായി, തിരിച്ചു വന്നു എന്നൊക്കെ കേട്ട് അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താൻ കരുതിയെന്നും ഭാവന വ്യക്തമാക്കി. താൻ സീരിയസ് ആയ വ്യക്തിയല്ലെന്നും ഭാവന വ്യക്തമാക്കി. ഒരു സമയത്ത് മലയാളത്തിൽ അഭിനയിക്കേണ്ട എന്ന് തീരുമാനിക്കുക വരെ ചെയ്തിരുന്നെന്നും ഭാവന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിവാഹശേഷം കന്നഡ സിനിമയിൽ സജീവമായിരുന്നു ഭാവന. ഇൻസ്പെക്ടർ വിക്രം, ശ്രീകൃഷ്ണ@gmail.com, ബജ്രംഗി 2, ഗോവിന്ദ ഗോവിന്ദ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിരുന്നു. 10 വർഷത്തിനു ശേഷം തമിഴിലേക്കുള്ള തിരിച്ചുവരവിലാണ് ഭാവന. അജിത്തിനൊപ്പം നായികയായി എത്തിയ അസൽ ആയിരുന്നു ഇതിനു മുമ്പ് ഭാവന നായികയായി എത്തിയ തമിഴ് ചിത്രം. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടെ വിവിധ ഭാഷകളിലായി ഏകദേശം 80-ലധികം സിനിമകളിൽ ഭാവന അഭിനയിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. റാണി എന്ന ചിത്രമാണ് ഭാവനയുടേതായി റിലീസിന് ഒരുങ്ങുന്നത്. തിരക്കഥാകൃത്തും സംവിധായകനുമായ ശങ്കർ രാമകൃഷ്ണനാണ് ചിത്രം ഒരുക്കുന്നത്. ഭാവനയ്ക്ക് ഒപ്പം ഹണി റോസ്, ഉർവശി എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഹണ്ട് എന്നൊരു സിനിമയും ഭാവനയുടേതായി റിലീസിന് ഒരുങ്ങുന്നുണ്ട്. ഹൊറർ ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഷാജി കൈലാസാണ്.